പലരെയും ക്യാൻസറിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ച വ്യക്തിയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള നടിയും സാമൂഹ്യ പ്രവർത്തകയും എല്ലാവർക്കും സഹായിയുമായ സീമാജി നായർ. എന്നാൽ സീമയോട് പലപ്പോഴും പലർക്കും പല വിമർശനങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത് എന്ന് പറയാം. സീമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും പലപ്പോഴും വിമർശനങ്ങൾക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നടി മീന ഗണേഷ് അന്തരിച്ചതിനു ശേഷമാണ് നടിയുടെ ബന്ധുവായിരുന്നു മീന ഗണേഷ് എന്ന് പലരും അറിഞ്ഞത്. ഇതോടെ പലരും വിമർശനവും നടിക്ക് എതിരെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദിനം നേരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എത്തുകയാണ് സീമയുടെ പുത്തൻ പോസ്റ്റ്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കുറെ പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും. മീന ഗണേഷ് അമ്മയുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ്, അതാണ് പറയുന്നത്. ഇന്നലെ ഉച്ചയോടെ ദുബായിൽ നിന്നും ശില്പയുടെ ഫോൺ വന്നു. പരിചയമില്ലാത്തതുകൊണ്ടും വർക്കിലായതുകൊണ്ടും എടുക്കാൻ പറ്റിയില്ല. തുടരെ ഉള്ള ഫോൺ വന്നപ്പോൾ തന്നെ അതെടുത്തു. അവർ ദുബായിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർ ആണെന്നും ഭർത്താവ് അവിടെ വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണെന്നും അവർ അങ്ങനെ ചെയ്യില്ല എന്നുമൊക്കെ അവരുടെ ചേച്ചിയുടെ മകൾ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഫോൺ എടുത്ത് മെസ്സേജ് ഇട്ടതാണ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇത് വൈറലാകുന്നത്. 2 ദിവസം മുൻപ് സീമയുടെ പോസ്റ്റിന് താഴെ ഈ സംഭവത്തിന് ആസ്പദമായൊരു കമന്റ് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ വന്നിരുന്നു. കൊടുങ്ങല്ലൂർ ഒരു പരിപാടി ചെയ്തപ്പോൾ എടുത്തത്. അതിന്റെ താഴെ നല്ലതും ചീത്തയുമായിട്ടുള്ള കമന്റുകൾ വന്നു. ചീത്ത കമന്റ് ഒന്നും തന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഒരു കമന്റ് എന്റെ കണ്ണുകളിൽ ഒടുക്കി. മരണപ്പെട്ട പ്രശസ്ത നടി മീന ഗണേഷിന്റെ ആങ്ങളയുടെ മകളാണ് ഞാനെന്നും അവർക്ക് വയ്യാതെയായപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നും സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ അച്ഛന് അങ്ങനെ ഒരു പെങ്ങളുമില്ല. മീനമ്മയ്ക്ക് അങ്ങനെ ഒരു ആങ്ങളയുമില്ല. എങ്ങനെ ഇങ്ങനെ നാട്ടുകാർക്ക് കുരുക്കാത്ത നുണ എഴുതി വിടുന്നു? ഈ സ്ത്രീക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു ബന്ധം? കേട്ടുകേൾവിയില്ലാത്ത കഥകളാണ് പറയുന്നത്. കുറച്ചുപേരെങ്കിലും അത് വിശ്വസിക്കും. എൻ്റെ അച്ഛനും മീന ഗണേഷ് അമ്മയും മരിച്ചുപോയ സ്ഥിതിക്ക് ഇവർ എഴുതിയ പോലൊരു ബന്ധം ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അവർ എഴുതിയ കമന്റും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഓരോ കഥകളും ഉണ്ടാക്കുന്നതും എനിക്കൊരു സംശയവും ഉണ്ടാകില്ല. ആ ആംഗ്ലയുടെ മകൾ നിങ്ങളാണെന്ന് ശില്പ പ്രതീഷ് കുമാറിന് അഭിനന്ദനങ്ങൾ. എനിക്കൊരു അപ്പച്ചിയെ ഉണ്ടാക്കി തന്നതിന് എന്നാണ് സീമ ഇതിനൊരു കമന്റുമായി എത്തിയിരിക്കുന്നത്. അച്ഛൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അപ്പച്ചി എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അമ്മായിയല്ല, എൻ്റെ അപ്പച്ചിയാണ് മീന ഗണേഷ്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി തന്നതിന് നന്ദി. എൻ്റെ അച്ഛനും മീന അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അമ്മ എന്നാണ് മീനമ്മയെ വിളിക്കുന്നത്. അത്രമാത്രം സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ല എന്നും ആപത്ത് കാലത്ത് കൂടെ നിന്നില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തിനാണ് ഇങ്ങനെ കഥകളൊക്കെ പടച്ചുവിടുന്നത്? ഇതൊക്കെ എവിടെ നിന്നാണ് അടിസ്ഥാനമില്ലാത്ത കഥകൾ ലഭിക്കുന്നത്? ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നതെന്നും പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.